ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. വടക്കാഞ്ചേരി അകമലയിലെ കാളിയമ്മത്തോപ്പ് പ്രദേശത്ത് തെരുവു നായ്ക്കളെ കൂട്ടത്തോടെ വിഷം കൊടുത്ത് കൊല്ലുന്നതായി പരാതി. പൂർണ്ണ ഗർഭിണിയായ പെൺപട്ടി ഉൾപ്പെടെ 12ഓളം നായ്ക്കളാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ വിഷം കഴിച്ചു ചത്തുവീണത്. മരണത്തോട് മല്ലടിച്ച് ഏതാനും പട്ടികൾ കൂടി പ്രദേശത്ത് അവശനിലയിൽ കിടക്കുന്നുണ്ട്. സാമൂഹ്യ വിരുദ്ധരാണ് ഇതിന് പിന്നിലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അറവ് മാലിന്യങ്ങളിൽ രാസവിഷം കലർത്തി പാടത്തും പറമ്പോളിലും പലയിടങ്ങളിലായി വിതറിയിരിക്കുകയാണ്. വിഷം കലർന്ന ഇറച്ചി അവശിഷ്ടങ്ങൾ കിണറ്റിലോ മറ്റോ കാക്കകൾ കൊത്തിയിടുമോ എന്ന ഭയാശങ്കയിലാണ് പ്രദേശവാസികൾ. കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ വിഷം കഴിച്ചെത്തുന്ന നായ്ക്കൾ ആൾമറയില്ലാത്ത കിണറുകളിൽ വീണ് ചാകുമോ എന്നും ആശങ്കയുണ്ട്. ഇട്ട ആൾക്കാർക്ക് കുഴപ്പമില്ല. കാരണം ഈ പരിസരത്ത് ഒരുപാട് കിണറിൽ വേനൽക്കാലമാണ്, വെള്ളം കിട്ടാത്ത കാലമാണ്. ഈ സമയത്ത് ഇത് കാക്ക കൊത്തി കിണറ്റിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ കുറച്ച് വെള്ളമുള്ളൂ. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് രോഗബാധ്യത പിടിക്കും, മരിക്കുകയും ചെയ്യും. ഒരു തുള്ളി വെള്ളം കിട്ടാനും ഇല്ല. ഇതിന് എന്തെങ്കിലും നിങ്ങളൊരു പരിഹാരം കാണണം. ഇതിന് എന്തെങ്കിലും ഇത് കണ്ടുപിടിച്ചാൽ പറ്റുമോ ആര് ചെയ്താന്നുള്ളത്. ഇങ്ങനെ കിടക്കുന്ന ഈ ഇറച്ചി കഷ്ടങ്ങൾ നമ്മൾ കിണറ്റിൽ ഇതൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ വെള്ളം കുടിച്ച ഈ അനുഭവമാണ് നമുക്കും വരാൻ പോണത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഇതിനുള്ളൊരു നടപടി എടുത്തിട്ട് അത് ഒഴിവാക്കി തരികയെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ നായ്ക്കൾ കെട്ടാത്ത കിണറും നമ്മൾ അതിന് മാത്രം ഇതുള്ള ആൾക്കാരൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് കെട്ടാത്ത കിണറ്റിൽ ഈ നായ്ക്കൾ വന്ന് വീണാലും അതും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. കുടിക്കണ വെള്ളമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഞങ്ങൾക്ക് ഒഴിവാക്കി തരണം. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ ബുഷറ റഷീദിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറിക്കും വനം വകുപ്പിനും പരാതി നൽകി. കാളിയമ്മത്തോപ്പ് പ്രദേശത്താണ് ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നത്. ഈ പ്രദേശത്ത് ഏകദേശം ഒരാഴ്ചയായി നിരന്തരം സാമൂഹ്യ വിരുദ്ധർ ഇറച്ചിയിലാണ് വിഷം വെച്ചിരിക്കുന്നത്. നായ്ക്കൾ 12 എണ്ണമാണ് ഇപ്പോൾ നന്നാക്കി ചത്ത് കിടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയുന്നില്ല. ഇവിടുത്തെ ആളുകൾക്കെല്ലാം ഭയങ്കര പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ്. കാരണം കള്ളന്മാരുടെ ശല്യമുണ്ട്. അതോടൊപ്പം തന്നെ സാമൂഹിക വിരുദ്ധർ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വരുന്ന ആളുകളുണ്ട് എന്ന് പറയുന്നു. പുറത്തുനിന്നുള്ള ആളുകളാണ്. പുറത്തുനിന്നുള്ള ആളുകൾ തന്നെ അത് തിരിച്ച് കൈമാറ്റം ചെയ്തുകൊണ്ട് വാങ്ങിപ്പോണതും. അപ്പോൾ അത്തരം പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ്. ഇത്തരം ആളുകൾ 12 മണി ശേഷമാണ് ബൈക്കിൽ വരുന്നത്, സാമൂഹിക വിരുദ്ധർ. അപ്പോൾ അവർ വരുമ്പോൾ നായ്ക്കൾ കുറച്ച് പിന്നാലെ ബൈക്കിൻ്റെ പിന്നാലെ ഓടി ചെല്ലുന്നതായിട്ട് അവർക്ക് ശല്യമുണ്ട്. എന്തുകൊണ്ടാണോ ഇങ്ങനെ ഒരു ചെയ്തിരിക്കുന്നത്, വിഷം വെച്ച് കൊന്നിരിക്കണമെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ ബന്ധപ്പെട്ട നമ്മുടെ മുനിസിപ്പാലിറ്റി സെക്രട്ടറിയെ അറിയിച്ചിട്ടുണ്ട്, ഫോറസ്റ്റിനെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നടപടികൾ എത്രയും പെട്ടെന്ന് എടുക്കേണ്ടതാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. മനുഷ്യനെ പോലെ തന്നെ മിണ്ടാപ്രാണികൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടെന്നും ഇത്തരം ജീവികളെ ക്രൂരമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടു. ഇപ്പോൾ നമുക്ക് മനുഷ്യന്മാർക്ക് മാത്രമല്ല ജീവിക്കാനായിട്ട് ഭൂമിയുള്ളത്. ഇപ്പോൾ പറ്റികൾക്കും നാൽക്കാലികൾക്കും ഒക്കെ ഇതിനെ നടക്കണം, ഓടണം. നമ്മൾ അങ്ങോട്ട് അല്ലാണ്ടൊരു സാധനം നമ്മളങ്ങോട്ട് ഉപദ്രവിക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ഈ പട്ടി ആ വിഷം വെച്ച് അവിടെ കിടന്നിട്ട് അത് കിടന്നോടത്ത് കിടന്ന് ഇരിക്കാൻ പറ്റുന്ന അതിന് കണ്ണൊക്കെ ഉറുമ്പ് കടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ വരുമ്പോൾ അതൊരു നമ്മൾക്ക് മനുഷ്യത്തുള്ളവർക്ക് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊരു ആസൂത്രിതമായിട്ട് ചെയ്യണ മാതിരി തന്നെ തോന്നുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഇവര് ഈ നായ്ക്കളെ ഉപദ്രവിക്കണമെന്ന് പറയുന്നത് ഒരു 9 മണിക്ക് ശേഷം, രാത്രി 9 മണിക്ക് ശേഷം കുറയ്ക്കാറുണ്ട്. അതിപ്പോൾ നായ്ക്കളുടെ സ്വഭാവമല്ലേ. പകല് ഒരാൾക്കും ശല്യം ഉണ്ടാക്കാറില്ല. അവിടെ ഇവിടെ ചോദിക്കുന്നവരും പറയാറില്ല. രാത്രിക്ക് ശേഷമാണ് ഈ പട്ടികൾ കുറയ്ക്കണമെന്നൊക്കെ പറയണത്. അതിപ്പോൾ നമ്മളെ എൻ്റെ ഒരു അറിവിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അവറ്റേനെ ഉപദ്രവിക്കണം, അവറ്റയുടെ നേരെ കുറയ്ക്കണുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.